നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൽപ്പാത്തി രഥോത്സവത്തിന്റെ തേരൊരുക്കം തുടങ്ങി. നവംബർ 7-ന് രഥോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. കൊടിയേറ്റം 8-ന്. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ ദമ്പതികൾക്ക് പരിക്ക്. അപകടം എയർപോർട്ടിൽ നിന്ന് വരുന്നതിനിടെ. വെട്ടിക്കാട്ടിരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്ക് യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു. തൃശൂരിൽ ഫുട്ബോൾ കളിക്കിടെ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വോട്ട് ചോരി ആരോപണത്തെ പരിഹസിച്ച് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെക്കുറിച്ച് പറയാനുള്ളത് നോ കമന്റ്സ് എന്നു മാത്രമെന്ന് ഗോപാലകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. ലോകപ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവത്തിന്റെ തേരൊരുക്കം തുടങ്ങി. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി അറ്റകുറ്റപ്പണി ആരംഭിച്ചു. 7-ന് രഥോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. 8-നാണ് കൊടിയേറ്റം. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് പുതിയ കൽപ്പാത്തി, പഴയ കൽപ്പാത്തി, ചാത്തപുരം ഗ്രാമങ്ങളിലും തേരൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. 8-നാണ് കൊടിയേറ്റം. കൊടിയേറ്റത്തിന് മുമ്പ് തന്നെ പരമാവധി പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രാമക്കാരും ക്ഷേത്രക്കാരും. കൊടിയേറ്റത്തോടെ കൽപ്പാത്തിയിലേക്ക് കൂടുതൽ പേർ എത്തിത്തുടങ്ങും. കൽപ്പാത്തി അഗ്രഹാരങ്ങളിലെ റോഡ് നവീകരണം പുനരാരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ പ്രവൃത്തികൾ വേഗത്തിലാക്കി. രഥപ്രയാണം നടത്തുന്ന വഴികളും കൽപ്പാത്തിയിലേക്കുള്ള റോഡുകളും കൊടിയേറ്റത്തിന് മുമ്പ് തന്നെ നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭാ അധികൃതർ. ശേഖരീപുരം ജംഗ്ഷനിൽ നിന്നും കൽപ്പാത്തിയിലേക്കുള്ള റോഡിലെ ചാലും സ്ലാബ് സഹിതം നവീകരിക്കുന്നുണ്ട്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പാലക്കാട് RDO K. മണികണ്ഠനെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായി പാലക്കാട് തഹസിൽദാർ മുഹമ്മദ് റാഫിയെയും നിയോഗിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് ഉപയോഗത്തിന് തടസ്സമില്ലാത്ത പകരം വഴി കണ്ടെത്തണം. ആരോഗ്യവകുപ്പിന്റെ ആംബുലൻസിനു പുറമെ 3 അധിക ആംബുലൻസുകൾ സജ്ജമാക്കണം. റോഡ് കയ്യേറിയുള്ള കച്ചവടം കർശനമായി നിരോധിക്കും. ശേഖരീപുരം ജംഗ്ഷൻ മുതൽ ശിവക്ഷേത്രം വരെയുള്ള റോഡ് ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ നിയന്ത്രിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഷൊർണൂർ തൃശൂർ റൂട്ടിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ബുധനാഴ്ച രാത്രി 10:30യോടെയായിരുന്നു സംഭവം. എയർപോർട്ടിൽ നിന്ന് മടങ്ങിവരികയായിരുന്ന വടക്കാഞ്ചേരി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ട കാറിൽ സഞ്ചരിച്ചിരുന്നത്. തൃശൂർ ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിന്റെ ഒരു വശം ഇടിച്ചു കയറിയ ശേഷം തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ മറിഞ്ഞ വാഹനം ക്രെയിൻ എത്തിച്ചാണ് മാറ്റിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്ത്രീയെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. ബുധനാഴ്ച രാത്രി വെട്ടിക്കാട്ടിരി കഫേ മെക്കാനി ഹോട്ടലിന് സമീപമാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിൽ നിന്നും യുവതി റോഡ് മുറിച്ച് ഹോട്ടലിലേക്ക് കടക്കും വഴിയാണ് അപകടമുണ്ടായത്. യുവതിയെ ഓട്ടുപാറ ജനറൽ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബൈക്ക് യാത്രികനായിരുന്ന മുള്ളൂർക്കര സ്വദേശി മണികണ്ഠനും അപകടത്തിൽ പരിക്കുപറ്റി. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തെ പരിഹസിച്ച് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. ബിഗ് സ്ക്രീനിലോ ഏത് സ്ക്രീനിലോ വേണമെങ്കിലും കാണിക്കട്ടെ എന്ന് പരിഹാസം. രാഹുലിന്റെ ആരോപണത്തെക്കുറിച്ച് പറയാനുള്ളത് നോ കമന്റ്സ് എന്ന് മാത്രമെന്നും B. ഗോപാലകൃഷ്ണൻ. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടാവും. പഴയ ഒരു പ്രസ്താവനയ്ക്ക് ഉയർത്തിയിട്ടാണ് രാഹുൽ പറഞ്ഞത്. എന്താ അതിന്റെ ഒരു പ്രതികരണം? രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമല്ല. താങ്കളെ ബിഗ് സ്ക്രീനിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്ക്രീനിലാണ് കാണിക്കല്ലോ, രാഷ്ട്രീയക്കാരല്ലേ, രാജ്യം മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ കമന്റ്സ് കഴിഞ്ഞു. തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ കോട്ടേക്കാട് സ്വദേശി ഷെല്ലിയുടെ മകൻ 17 വയസ്സുള്ള സാം ഷെല്ലിയാണ് മരിച്ചത്. ഞായറാഴ്ച ഫുട്ബോൾ കളിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കളി നിർത്തി വിശ്രമിക്കുന്നതിനിടെയാണ് സാം കുഴഞ്ഞു വീണത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി മരണപ്പെടുകയായിരുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ ജനകീയ വായനശാല കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എഴുത്തോല നവംബർ ലക്കത്തിന്റെ പ്രകാശനവും MLA നിർവഹിച്ചു. പൂർണ്ണമായും ആളുകൾക്ക് വെയിലും മഴയും
തട്ടാതെ ഇരിക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൂടി ചേർത്ത് ഒറ്റപ്പാലം ജനകീയ വായനശാല, അതിൻ്റെ താഴെയുള്ള ഓപ്പൺ ഓഡിറ്റോറിയം രണ്ടിൻ്റെയും നവീകരണത്തിനായി 35 ലക്ഷം രൂപ ഇവിടെ വിനിയോഗിക്കേണ്ടതായിട്ട് വന്നു. 35 ലക്ഷം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള സംഖ്യയല്ല. ഞാൻ പലയിടത്തും പറയാറുള്ളത് ലൈഫ് വീടിൻ്റെ കാര്യമാണ്. ഒരു ലൈഫ് വീടിന് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ 35 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മോശമല്ലാത്ത ഒരു സംഖ്യയാണ്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായിരുന്നു. പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴയ്ക്ക് നൽകി MLA എഴുത്തോല നവംബർ ലക്കത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. വി ആനന്ദ് വായനശാലയ്ക്ക് നൽകിയ പുസ്തകം ജനകീയ വായനശാല പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ കൗൺസിലർ ഫാത്തിമത്ത് സുഹറ, വായനശാല സെക്രട്ടറി IM സതീശൻ, പി പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. MLA ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഒറ്റപ്പാലം നഗരസഭയിലെ ജനകീയ വായനശാല കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 20 ലക്ഷം രൂപ ചിലവിൽ മണ്ണൂർ കല്ലമ്പറമ്പിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. നല്ല നിലപാടുകൾ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കൃഷിക്കാരെ സഹായിക്കാൻ, നെൽകൃഷിക്കാരെ സഹായിക്കാൻ, ഉഴവുകൂലി കൊടുക്കാൻ എല്ലാ വർഷവും കൃത്യമായി 65 ലക്ഷം 7 പഞ്ചായത്തുകൾക്കായി വിഭജിക്കപ്പെടും. പക്ഷേ 65 ലക്ഷത്തിൽ കുറയാത്ത പൈസ ഉഴവുകൂലിക്ക് വേണ്ടി നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇരുപ്പുപോലെ കുറഞ്ഞു, ഒരുപൂവലായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷിഭവനിലൂടെ ആ പൈസ ലഭ്യമാകും. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. വാർഡംഗം PC സുമ, ബ്ലോക്ക് അംഗം PS അബ്ദുൽ മുത്തലിഫ്, PM യൂസഫ്, TR ശശി, SJN നജീബ്, VC പ്രീത എന്നിവർ സംസാരിച്ചു. മണികണ്ഠൻ സ്വാഗതവും ശൈലേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. വ്യാജ പോലീസ് IG ചമഞ്ഞ് പോലീസിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയ പ്രതിക്ക് 10 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തൃശൂർ പെരിങ്ങോട്ടുകര കുന്നത്തുള്ളി വീട്ടിൽ മിഥുൻ ഏലിയാസ് ബാനുകൃഷ്ണയെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2018 കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരുടെ മകന് പോലീസിൽ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 16 പവൻ സ്വർണ്ണാഭരണങ്ങളും 5 ലക്ഷം രൂപയുമാണ് പ്രതി കൈക്കലാക്കിയത്. മണ്ണുത്തി പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതിക്കെതിരെ 21 സാക്ഷികളെയും 30ഓളം രേഖകളും കോടതിയിൽ ഹാജരാക്കി. പ്രതി മിഥുൻ ഏലിയാസ് ബാനുകൃഷ്ണ കുറ്റം ചെയ്തെന്ന് ബോധ്യപ്പെട്ട കോടതി 10 വർഷം കഠിന തടവും 1,25,000 രൂപ പിഴയും ശിക്ഷ വിധിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KA സുനിത ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിതബന്ധം, ചെടികളിലൂടെ സൗഹൃദം വളർത്താമെന്ന സന്ദേശവുമായി ടൗണിൽ IEC സന്ദേശ റാലി നടത്തി. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭയുടെ അലങ്കാര ചെടികൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൈമാറി. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച സന്ദേശ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ലീൻ സിറ്റി ഷൊർണൂർ മാലിന്യ സംസ്കരണം, മലയാള സംസ്കാരം, നാമകരണം ചെയ്ത വെള്ളക്കുടകളുമായാണ് എല്ലാവരും റാലിയിൽ പങ്കാളികളായത്. തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. നമുക്കറിയാം, നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് വേറിട്ട ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു നഗരസഭയാണ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ ഒരു പ്രവർത്തനം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ നഗരസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാലിന്യ നിർമ്മാർജ്ജനം അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ പാലക്കാട് ഡിവിഷന്റെ ഭാഗങ്ങളിൽ റെയിൽവേ എല്ലാ സഹകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ADRM വി ജയകൃഷ്ണൻ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പല ഭാഗങ്ങളിലും ഡസ്റ്റ് ബിന്ന്, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ ആക്റ്റീവായ പാർട്ടിസിപ്പേഷൻ കാരണം നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരുപാട് കളയാൻ സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭയുടെ 50 അലങ്കാര ചെടികൾ റെയിൽവേക്ക് കൈമാറി. ചെയർമാൻ MK ജയപ്രകാശിൽ നിന്നും
ADRM വി ജയകൃഷ്ണൻ ചെടി ഏറ്റുവാങ്ങി. വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനപ്രതിനിധികൾ സെക്രട്ടറി PS രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിന് SSK സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൈമറി വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചു നൽകിയ സ്പോർട്സ് ഉപകരണങ്ങൾ സ്കൂളിന് കൈമാറി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ PK മോഹനൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് അലി ഇടശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BRC പ്രതിനിധി അബിത പദ്ധതി വിശദീകരിച്ചു. വിജിത, SMC ചെയർമാൻ വിജയരാജ്, PTA എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ രജനി, ശാലിനി, കവിത, മൈമുന, ശ്രീദേവി എന്നിവർ സംസാരിച്ചു. ശ്രീജ ടീച്ചർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൽപ്പാത്തി രഥോത്സവത്തിന്റെ തേരൊരുക്കം തുടങ്ങി. നവംബർ 7 രഥോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. കൊടിയേറ്റം 8. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ ദമ്പതികൾക്ക് പരിക്ക്. അപകടം എയർപോർട്ടിൽ നിന്ന് വരുന്നതിനിടെ. വെട്ടിക്കാട്ടിരിയിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ബൈക്ക് യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു. തൃശൂരിൽ ഫുട്ബോൾ കളിക്കിടെ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വോട്ട് ചോരി ആരോപണത്തെ പരിഹസിച്ച് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെക്കുറിച്ച് പറയാനുള്ളത് നോ കമന്റ്സ് എന്നു മാത്രമെന്ന് ഗോപാലകൃഷ്ണൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.